കോട്ടയം പാല രാമപുരത്ത് പേമാരിയും കാറ്റും. മഴയിൽ വ്യാപക നാശനഷ്ടം. റബ്ബർ, ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ മരങ്ങൾ ഒടിഞ്ഞു വീണു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. ഇന്ന് വൈകിട്ട് 4:30 ശേഷമാണ്, 4 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റും പേമാരിയും ഉണ്ടായത്. പാലയ്ക്ക് സമീപമുള്ള രാമപുരം, വെള്ളിലാപ്പള്ളി, ഏഴാച്ചേരി, അയങ്കൊമ്പ്, മാനന്തൂർ, കടനാട്, കൊണ്ടാട് എന്നീ പ്രദേശങ്ങളിലാണ് ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായത്. വ്യാപകമായിട്ടുള്ള കൃഷിനാശവും മറ്റു നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ മരങ്ങളും അതുപോലെ തന്നെ റബ്ബറും പ്ലാവ് അടക്കമുള്ള മരങ്ങൾ റോഡുകളിലേക്കെല്ലാം വീണും, അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ വീടുകളുടെ മുകളിലേക്ക് വീണുമെല്ലാം ആണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പാല തൊടുപുഴ റോഡിൽ അയങ്കൊമ്പിൽ വലിയ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആഞ്ഞിലി മരം റോഡിലേക്ക് കടപുഴകി വീഴുന്ന അവസ്ഥയുണ്ടായി. വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നും വരികയായിരുന്ന കാറിന് മുകളിലേക്കാണ് ഒരു ഭീമൻ മരം കടപുഴകി വീണത്. വാഹനത്തിലുണ്ടായിരുന്ന ആൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ റോഡിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സംഭവങ്ങളെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും പോലീസും എല്ലാം സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. നാശനഷ്ടമടക്കമുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ഥലം എം എൽ എയും അവിടെ എത്തി സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുന്നുണ്ട്. മാനസി കാപ്പൻ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുമുണ്ട്. ശരി മിഥുൻ, ഇതോടൊപ്പം പ്രദേശവാസിയായ ദിലീപ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ദിലീപ്, കോട്ടയം പാല രാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമാണ് ഇന്ന് ശക്തമായ കാറ്റും തുടർന്ന് പേമാരിയും ഉണ്ടായത്. വലിയ നാശനഷ്ടമാണ്. താങ്കൾക്ക് അവിടെ നിന്നുണ്ടായ ഒരു അനുഭവം പറയാമോ? 4:30 ആയപ്പോഴത്തേക്കാണ് ഈ കാറ്റ് വരുന്നത്. ഞാനൊരു ബിൽഡിങ്ങിന്റെ മേളിലായിരുന്നു. ഒരു ഹോട്ടലിൽ ഞാൻ വന്നതാണ്. ആ ഹോട്ടലിൽ നിൽക്കുകയായിരുന്നു. ആ ഹോട്ടലിലേക്ക് അവിടെ വെച്ചാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, ഈ വിഷയം ഉണ്ടായത്. നേരത്തേക്ക് ഒരുപാട് മരങ്ങളെല്ലാം വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും ഒത്തിരി നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒത്തിരി വ്യക്തികളുടെ പറമ്പിലേക്കും ഒക്കെ. നാലമ്പലത്തിന്റെ ശ്രീരാമകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ അതിനു ചുറ്റും ഒരുപാട് വീടുകളുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും റോഡിലേക്കും കറണ്ട് ലൈൻ കമ്പിയിലേക്കും ഒക്കെ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു. അങ്ങനെ കറണ്ട് കട്ടാകുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരമായിട്ടും, ഈ ടൈം വരെ ആയിട്ടും, 4:30 മുതൽ ഇപ്പോൾ സമയം 9:15 വരെ ആയിട്ട് പോലും കറണ്ടോ ഒന്നും അവർക്ക് റെഡിയാക്കാനായിട്ട് അത്രയ്ക്ക് നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പ്, രാമപുരം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള ഒരു പെട്രോൾ പമ്പിന്റെ അവിടെ ഒരു പ്രൈവറ്റ് ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ ആ പ്രൈവറ്റ് ബസിന്റെ മുകളിലേക്ക് വരെ മരങ്ങൾ മറിഞ്ഞു വീണിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് രാമപുരത്ത് ഉണ്ടായിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ദിലീപ് പ്രതികരിച്ചതിന്.